വാർത്തയിലേക്കാണ്. കണ്ണൂർ പയ്യാമ്പലം തീരത്ത് തിരയിൽപ്പെട്ട് 2 പേർ മരിച്ചു. കർണാടക സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാൾക്കായി തിരച്ചിൽ തുടരുന്നു. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, എപ്പോഴാണ് ഇവരിങ്ങനെ തിരയിൽപ്പെട്ടിരിക്കുന്നത്? ഒരാളെ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? കണ്ണൂർ പയ്യാമ്പലം തീരത്താണ് തിരയിൽപ്പെട്ട് 2 ഇതര സംസ്ഥാനക്കാരാണ് മരിച്ചിരിക്കുന്നത്. കർണാടക സ്വദേശികളാണ് അപകടത്തിൽ പെട്ടതെന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഒരാൾക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ കണ്ണൂരിൽ പുരോഗമിക്കുകയാണെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? 12 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പയ്യാമ്പലത്ത് കുളിക്കാനിറങ്ങിയതായിരുന്നു ഇവർ. കർണാടകത്തിൽ നിന്നുള്ള ഡോക്ടർമാരടങ്ങിയ 8 പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. അതിൽ 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ തിരയിൽപ്പെട്ട ആൾക്കാരെ രക്ഷിച്ച് കരക്കെത്തിക്കുമ്പോഴേക്ക് 2 പേർ മരണപ്പെട്ടു. മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. ബാംഗ്ലൂർ സ്വദേശികളാണെന്ന് പറയുന്നു. പക്ഷേ ഇവരുടെ പേരുവിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ജിൽസി. ശരി. കണ്ണൂർ പയ്യാമ്പലത്താണ് തിരയിൽപ്പെട്ട് 2 കർണാടക സ്വദേശികൾ മരിച്ചിരിക്കുന്നത്. അതിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കടലിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ഒരാൾക്കായുള്ള തിരച്ചിൽ കൂടി കണ്ണൂരിൽ ഊർജിതമായി തുടരുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ബിജീഷ് ഗോവിന്ദൻ നൽകിയത്.